മുതൽ 7ാം പ്രതി മുതൽ 10ാം പ്രതി വരെയുള്ള പ്രതികൾ കുറ്റവിമുക്തരാക്കപ്പെടുന്നതും ഇത് പ്രോസിക്യൂഷന് ഇവർക്കെതിരെയുള്ള തെളിവുകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ള നിരീക്ഷണത്തിലാണ് ഇവർ കുറ്റവിമുക്തരാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂട്ടബലാത്സംഗമായി മാറുകയാണ്. ഇതിപ്പോൾ കൂട്ടബലാത്സംഗമല്ല, ഒരു പ്രതി മാത്രമാണ് കുറ്റക്കാരൻ, അല്ലെങ്കിൽ ഒരു പ്രതി മാത്രമാണ് ബലാത്സംഗം ചെയ്തത് എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. പൾസർ സുനി മാത്രമാണ് എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. മറ്റ് 2 മുതൽ 6 വരെയുള്ള പ്രതികൾ അതിന് വേണ്ട പിന്തുണ നൽകിയിരുന്നു എന്ന് മാത്രമാണ്. ആ പിന്തുണയില്ലാതെ അത് തന്നെയാണ് കൂട്ടബലാത്സംഗം എന്ന് ആവർത്തിച്ചുറപ്പിക്കുകയാണ് പ്രോസിക്യൂഷൻ. പരമാവധി ശിക്ഷ നൽകണം പ്രതികൾക്ക് എന്ന് കോടതിയിൽ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് പ്രോസിക്യൂഷൻ. ഇതുമായി ബന്ധപ്പെട്ട് അതുമാത്രമല്ല, പൾസറിന്റെ അഭിഭാഷകൻ പൾസർ സുനിക്ക് നേരത്തെ നമുക്കറിയാം 6 പ്രതികളും കോടതിയോട് സംസാരിച്ചപ്പോൾ അവരുടെ ജീവിത പശ്ചാത്തലവും കുടുംബ പശ്ചാത്തലവും ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരുന്നു കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. പൾസർ സുനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യമായിരുന്നു കോടതിയിൽ അറിയിക്കേണ്ടിയിരുന്നത്. അമ്മയ്ക്ക് വെർട്ടിഗോ അസുഖമാണ്, അത് മറ്റൊരു ആളുടെ സഹായം ആവശ്യമുണ്ട് എന്നുള്ള തരത്തിലാണ്. മാത്രമല്ല അമ്മയെ പരിചരിക്കേണ്ടെന്ന സാഹചര്യം പൾസർ സുനിക്കുണ്ട്. അതുകൊണ്ട് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നാണ് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അഭിലാഷ്, അതാണ് പൾസർ സുനിയുടെ മുൻകാല പശ്ചാത്തലമടക്കം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ കുടുംബ സാഹചര്യം വിവരിച്ചുകൊണ്ട് ശിക്ഷ കുറയ്ക്കണം, അമ്മയ്ക്ക് അസുഖമുണ്ട് എന്ന നിലയിൽ കുടുംബ സാഹചര്യം അടക്കം ചൂണ്ടിക്കാണിക്കുകയാണ്. പക്ഷേ പൾസർ സുനിയുടെ മുൻകാല കേസുകൾ ഉൾപ്പെടെ കോടതിയിൽ പരാമർശിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ തങ്ങളുടെ വാദം അവസാനിപ്പിക്കുന്നത് എന്നത് തന്നെയാണ്. ഇയാൾ ഇത്തരത്തിൽ മുൻപും കേസുകളിൽ പെട്ടിട്ടുള്ള ആളാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ലഹരിമരുന്ന് കേസടക്കം പലതിലും ഇയാൾ ജയിലിൽ പോയിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. നമ്മളിന്ന് ന്യൂസ് ടെൻസ് ആരംഭിച്ചത് തന്നെ അതാണ്. 20 വയസ്സിന് മുമ്പ് ലഹരി കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ് പൾസർ സുനി, മോഷണ കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ് പൾസർ സുനി. അതിനൊക്കെ അപ്പുറത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ പോലെയുള്ള കേസുകളിൽ പ്രതിയായിട്ടുള്ള പൾസർ സുനിക്ക് എങ്ങനെയാണ് ഈ സിനിമാ ബന്ധങ്ങൾ ഉണ്ടായത്? അങ്ങനെയുള്ള ഒരാൾ കൃത്യമായ ക്രിമിനൽ പശ്ചാത്തലം തുടർന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ക്രിമിനൽ പ്രവൃത്തി ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് പരമാവധി ശിക്ഷ നൽകേണ്ടത് എന്ന വാദം ആണ് പ്രോസിക്യൂഷൻ വളരെ കൃത്യമായി കോടതിക്ക് മുന്നിൽ ഉന്നയിച്ചുകൊണ്ട് ഇരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശിക്ഷ ഉറപ്പായും ശിക്ഷ ലഭിക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ശിക്ഷ ലഭിക്കുവാനുള്ള സാധ്യത പൾസർ സുനിയുടെ അഭിഭാഷകൻ മുന്നിൽ കാണുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ആണ് കുറഞ്ഞ ശിക്ഷ നൽകണം എന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ ആവശ്യപ്പെടുന്നത്. അമ്മയുടെ അസുഖം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ ഇപ്പോൾ കോടതിയിൽ വാദങ്ങൾ ഉന്നയിക്കുന്നത്. നേരത്തെയും ഇക്കാര്യം തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ അമ്മയ്ക്ക് അസുഖമുണ്ട് എന്നും അമ്മ ഒറ്റയ്ക്കാണ് എന്നും പൾസർ സുനി മാത്രമാണ് ആശ്രയം എന്നുമായിരുന്നു പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയെ ചൂണ്ടിക്കാണിച്ചത്. ഈ പ്രതികളുടെ എല്ലാവരുടെയും അഭിഭാഷകർ പ്രധാനമായും കുടുംബ പശ്ചാത്തലം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരുന്നത്. പക്ഷേ അതിനെ ഖണ്ഡിക്കുകയാണ് പ്രോസിക്യൂഷൻ. വളരെ കൃത്യമായ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്, ഇതിനു മുമ്പും കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, ശിക്ഷ ലഭിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇപ്പോഴും പ്രോസിക്യൂഷൻ വാദമായി നിലനിന്നു പോകുന്നത്. നിർഭയ കേസുമായി താരതമ്യം പോലും ചെയ്തുകൊണ്ട് ഈ പ്രതിഭാഗം വാദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഡൽഹിയിലെ നിർഭയ കേസുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു ചെറിയ കേസാണ് എന്ന് പറയുന്ന സാഹചര്യം ആണ് ഉള്ളത്. മറ്റു പ്രതികളെ പോലെയല്ല പൾസർ സുനി എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യവും ഉണ്ടായി എന്നത് എടുത്തു പറയേണ്ടതാണ്. അതായത് പൾസർ സുനിയെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ വലിയ ശിക്ഷ തന്നെ കാത്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അങ്ങനെ വാദപ്രതിവാദങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി അഭിഭാഷകർക്ക് അവസാനമായി പറയാനുള്ളത്, അതായത് തങ്ങളുടെ പ്രതികൾക്ക് വേണ്ടി, കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയ പ്രതികൾക്ക് വേണ്ടി ഏറ്റവും കുറഞ്ഞ ശിക്ഷ ലഭിക്കണമെന്ന വാദം മാത്രമാണ് അവർക്ക് മുന്നിൽ ഉന്നയിക്കാൻ സാധിക്കുക. അതിനപ്പുറത്ത് കേസിലെ പ്രതികൾ കുറ്റക്കാരാണ് എന്നും ഈ കുറ്റകൃത്യത്തിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ നേരിട്ട് പങ്കെടുത്തു എന്നുമുള്ള കൃത്യമായൊരു നിരീക്ഷണത്തിലേക്ക് കോടതി എത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ പൾസർ സുനി എന്ന സുനിൽകുമാർ NS ആണ് 1ാം പ്രതി. എന്താണ് പൾസർ സുനിക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്നത് ഉറ്റുനോക്കുന്നു. കാരണം ബലാത്സംഗം ചെയ്തത് പൾസർ സുനി മാത്രം എന്ന നിരീക്ഷണത്തിലേക്കാണ് കോടതി എത്തിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷയാണ് ബലാത്സംഗം എന്നുള്ളതാണ്. 2 മുതൽ 6 വരെയുള്ള പ്രതികൾ നേരിട്ട് ബലാത്കാരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന നിരീക്ഷണത്തിലേക്കാണ് കോടതി പോകുന്നത് എങ്കിൽ ഈ ക്രിമിനൽ ഗൂഢാലോചന, അതോടൊപ്പം തന്നെ ബലാത്സംഗത്തിന് സഹായമൊരുക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അശ്ലീല ദൃശ്യങ്ങൾ
പകർത്തി അത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു, തെളിവുകൾ നശിപ്പിച്ചു ഉൾപ്പെടെയുള്ള മറ്റു വകുപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. ആ വകുപ്പുകൾ പ്രകാരവും ഉയർന്ന ശിക്ഷകൾ ലഭിക്കുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. അതിൽ കുറഞ്ഞ ശിക്ഷ ലഭിക്കണം എന്നാണ് എല്ലാ പ്രതികളുടെയും അഭിഭാഷകർ ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. കേസിലെ രണ്ടാം പ്രതിയാണ് മാർട്ടിൻ ആന്റണി. നടി സഞ്ചരിച്ചിരുന്ന വാഹനം ഓടിച്ചിരുന്ന മാർട്ടിൻ പറയുന്നത് തൻ്റെ പശ്ചാത്തലം പരിശോധിക്കണം എന്ന് തന്നെയാണ്. ഇതുവരെയും തനിക്ക് നേരെ ഏതെങ്കിലും ഒരു പെറ്റി കേസ് പോലും ഇല്ല എന്നുള്ള സാഹചര്യത്തെ പരിഗണിക്കണം എന്നുള്ളതായിരുന്നു രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ പറഞ്ഞത്. മാർട്ടിൻ പൊട്ടിക്കരയുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. കോടതിയിൽ പൊട്ടിക്കരഞ്ഞു മാർട്ടിൻ എന്നുള്ളതാണ്. തെറ്റ് ചെയ്തിട്ടില്ല എന്നും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ആണ് 5.5 വർഷക്കാലം താൻ ജയിൽ ശിക്ഷ അനുഭവിച്ചത് എന്നുമാണ് മാർട്ടിൻ പറയുന്നത്. രോഗികളായ മാതാപിതാക്കൾ ഉണ്ട് എന്ന കാര്യം കൂടിയാണ് മാർട്ടിൻ ചൂണ്ടിക്കാണിച്ചത്. കേസിലെ മൂന്നാമത്തെ പ്രതിയാണ് മണികണ്ഠൻ. ഒപ്പം മണികണ്ഠൻ്റെ വാദം എന്നത് മറ്റു പ്രതികളുമായി കൂടിയാലോചന നടത്തിയിട്ടില്ല, അതായത് ഈ ഗൂഢാലോചനയിൽ താൻ പങ്കാളിയായിരുന്നില്ല എന്നതാണ്. താൻ അറിഞ്ഞിരുന്നില്ല ഇങ്ങനെയൊരു കുറ്റകൃത്യമാണ് പൾസർ സുനി ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് മണികണ്ഠൻ വാദമായി ഉന്നയിച്ചത്. ഭാര്യയും 2 മക്കളും മാത്രമാണ് ഉള്ളത് എന്ന അന്തിമവാദത്തിൽ മണികണ്ഠൻ്റെ അഭിഭാഷകൻ പറയുന്നു അവർക്ക് താൻ മാത്രമാണ് ആശ്രയമെന്നും അതുകൊണ്ട് തന്നെ തന്നോടും കുടുംബത്തോടും കോടതിക്ക് കനിവുണ്ടാകണം എന്നുമാണ് ഇപ്പോൾ മൂന്നാം പ്രതിയായിട്ടുള്ള മണികണ്ഠൻ കോടതിയോട് ആവശ്യപ്പെട്ടത്. നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. 4ാം പ്രതി കണ്ണൂർ സ്വദേശിയാണ്, തലശ്ശേരി സ്വദേശിയാണ് വിജീഷിൻ്റെ ആവശ്യമെന്നത് കണ്ണൂർ ജയിലിലേക്ക് തന്നെ അയക്കണം എന്നുള്ളതാണ്. 5ാം പ്രതിയായിട്ടുള്ള സലീം, വടിവാൾ സലീം എന്നാണ് അറിയപ്പെടുന്നത്. വടിവാൾ സലീമും പറയുന്നത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തനിക്കറിയില്ലായിരുന്നു എന്നുള്ളതാണ്. ഭാര്യയും 1 വയസ്സുമുള്ള പെൺകുട്ടിയുമുണ്ട് എന്നതാണ് വടിവാൾ സലീമിൻ്റെ കോടതിയിലെ വാദം. അതേസമയം വടിവാൾ സലീമായിരുന്നു ഈ വാഹനത്തിൽ കൃത്യമായി തന്നെ നടിയുണ്ടോ എന്നും അവരെ കീഴ്പ്പെടുത്തിയ സാഹചര്യമാണോ മണികണ്ഠൻ്റെയും വിജീഷിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നതും വിലയിരുത്തുകയും അങ്ങനെ അക്കാര്യം പൾസർ സുനിയെ അറിയിക്കുകയും ചെയ്തത് ഈ വടിവാൾ സലീം എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത്. 6ാം പ്രതിയായിട്ടുള്ള പ്രദീപും കോടതിയിൽ കരഞ്ഞുകൊണ്ടാണ് ശിക്ഷയിൽ ഇളവ് വേണം എന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെ വൈകാരികമായ ചില രംഗങ്ങൾക്ക് കൂടിയാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ വൈകാരികത എന്നുള്ളതല്ല, വിവേകം എന്നത് നേരത്തെ പുലർത്തേണ്ട ഒന്നായിരുന്നു. വികാരങ്ങൾക്കപ്പുറത്ത് വിവേകം എന്നത് പ്രധാനപ്പെട്ടതായിരുന്നു. ആ വിവേകമുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു കൊടും ക്രിമിനലിന് വേണ്ടി ഈ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമാകാൻ പ്രദീപും അല്ലെങ്കിൽ വിജീഷും സലീമുമൊന്നും തയ്യാറാകരുതായിരുന്നു എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതിനുശേഷം ഇപ്പോൾ കോടതിയിൽ വൈകാരികമായ രംഗങ്ങൾ സൃഷ്ടിച്ചു എന്നതുകൊണ്ടൊന്നും കോടതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് ലഭിക്കും എന്ന് വിലയിരുത്താൻ സാധിക്കില്ല. എന്തു കുറ്റകൃത്യമാണോ ഇവർക്ക് മേൽ ചുമത്തപ്പെട്ടിട്ടുള്ളത്, ഈ 6 പേർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുമ്പോൾ പൾസർ സുനി മുതൽ പ്രദീപ് വരെയുള്ള പ്രതികളിൽ ഓരോരുത്തരും ചെയ്ത കുറ്റങ്ങൾ എന്താണോ അതിനനുസരിച്ചുള്ള ശിക്ഷ അനുഭവിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ആ ശിക്ഷാവിധിയാണ് അല്പസമയത്തിനകം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പുറപ്പെടുവിക്കാൻ പോകുന്നത്. ആ ഉത്തരവ് എന്ത് എന്ന് തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. കേരളത്തിന്റെ മനസാക്ഷി ഒന്നടങ്കം ഞെട്ടിച്ച 2017 ഫെബ്രുവരി 17 രാത്രി 7:45 മുതൽ ആരംഭിച്ച പ്ലാനിംഗ്, അതിനുശേഷം രാത്രി ഏറെ വൈകി ആ പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ആ ദൃശ്യങ്ങൾ പകർത്തി അതിനുശേഷം വിട്ടയക്കുന്ന സാഹചര്യം. അങ്ങനെ കേരളം തരിച്ചുപോയ നിമിഷങ്ങളായിരുന്നു. ആ വാർത്ത പുറത്തേക്ക് വരുമ്പോൾ കേരളത്തിനത് വിശ്വസിക്കാൻ പോലുമാകാത്ത സാഹചര്യമായിരുന്നു. അത്രമേൽ ക്രൂരത നിറഞ്ഞ കൊടും കുറ്റവാളികൾ എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടേണ്ട ഇവർക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത് എന്നതാണ് നമ്മൾ അറിയേണ്ടത്. അതിനുള്ള കാത്തിരിപ്പാണ്. പക്ഷേ എല്ലാ പ്രതികൾക്കും അത്രമേൽ വലിയ ശിക്ഷ ലഭിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നില്ല. പൾസർ സുനിക്ക് ജീവപര്യന്തം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നിലനിൽക്കുന്ന ബലാത്കാരം നടത്തിയത് പൾസർ സുനി എന്ന കോടതിക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ആണ് ഉള്ളത്. 376D മിനിമം ശിക്ഷ പോലും 3ാം പ്രതിക്ക് നൽകരുത് എന്നുള്ളതാണ് പ്രതിയുടെ അഭിഭാഷകൻ പറയുന്നത്. അതായത് 367D എന്നത് നിലനിൽക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാദം ആയി പ്രധാനമായും അഭിഭാഷകൻ ഉന്നയിക്കുന്നത്.